ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, വെൽക്കം ഓൾ. യെസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എവിടുന്നോ വന്ന ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷേ ഈ വർഷത്തല്ല, കഴിഞ്ഞ വർഷത്തെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. ഈ വർഷം അഡീഷണൽ എക്സസൈസ് ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട, നിർബന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചിലപ്പോൾ അല്ല വരിക, ചെറിയ വേരിയേഷനിൽ വന്നേക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ മുമ്പ് പല എക്സാമുകളിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫോമിലായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോന്നിന് അക്രോസിലുള്ള C1, C2, C3, C4 ഓരോന്നിന് അക്രോസിലുള്ള ചാർജും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു 300 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനും കൂടെ നമ്മുടെ ക്വസ്റ്റൻ ഉണ്ട്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ഈസിയായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം? നമുക്ക് ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? അതെന്താ? അത് റെസിസ്റ്ററോ കപ്പാസിറ്ററോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കാര്യങ്ങളൊക്കെ എന്നിട്ട് അതിന് അക്രോസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ ഡയഗ്രാംസ് ഒക്കെ, സർക്യൂട്ട് ഡയഗ്രാംസ് ഒക്കെ റീഡ്രോ ചെയ്യുമ്പോൾ, സാറേ ഇങ്ങനെയാണ് റീഡ്രോ ചെയ്യേണ്ടത് എന്ന് ആദ്യം എങ്ങനെ മനസ്സിലാവുക? ഇങ്ങനെയാണ് റീഡ്രോ ചെയ്യേണ്ടത് എന്ന് ആദ്യം എങ്ങനെ മനസ്സിലാവുമെന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും സിമ്പിളായിട്ടൊരു സർക്യൂട്ട് നമ്മൾ മനസ്സിലുള്ളത് എങ്ങനെ, ആ സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ അതിന് അക്രോസിൽ നമ്മൾ സെല്ല് കണക്ട് ചെയ്യുന്നു അല്ലേ? ഇതെല്ലാം ഒരു സിമ്പിൾ ഫോർമാറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ, അതേ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം? ഇവിടെ അല്ലടാ സെല്ലുള്ളത്, അല്ലെങ്കിൽ പിന്നെ ബാറ്ററി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് ഇവിടെയാണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് കാര്യങ്ങളും ഇങ്ങനെ, എന്നിട്ട് അതിന് അക്രോസിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അതിന് വളരെ സിമ്പിൾ പരിപാടിയാണ്. എന്ത് ചെയ്താൽ മതി? ഈ കാല് നോക്കൂ, ഇത് ഇവിടെ നിന്നിട്ട് ഒടിച്ചെടുക്കുക അല്ലേ? അതിങ്ങോട്ട് ഒടിച്ചെടുക്കുക. അപ്പോൾ അത് ഇവിടെ എത്തും. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഒടിച്ചു വെക്കുക. എന്ന് വെച്ചാൽ ഈ ഭാഗം കംപ്ലീറ്റ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യെസ്, യു വിൽ ഗെറ്റ് ദിസ്. കാരണം ഈ പോർഷനിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ കാല് നമ്മൾ അങ്ങോട്ട് ഒടിച്ചു വെച്ചു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള ഭാഗം മൊത്തത്തിൽ ഇങ്ങോട്ട് നിവർത്തി വെച്ചപ്പോൾ ഇവിടെ എത്തി. എന്നിട്ട് ഇതിന് അക്രോസിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 300 വോൾട്ട്. അതിന് അക്രോസിൽ 300 വോൾട്ട്. അപ്പോൾ എനിക്കിതാ അത് ഇങ്ങനെ കാണിക്കാം, ലൈക്ക് ദിസ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കായിട്ട് മാറി. ശരിയല്ലേ? യെസ്. അപ്പോൾ C1 ഇവിടെ ഉണ്ട്, C2, C3 മാറ്റില്ല. ഇവിടെ ഉള്ള കാരണം ഇവിടെ ഉണ്ടായിരുന്ന C4 ഇപ്പോൾ ഇവിടെ എത്തി. യെസ്, C4 ഹിയർ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ചാർജ് കാണുന്നതിന് മുമ്പ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്തണം. ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാൻ പ്രശ്നമില്ല. കാരണം എന്താ? ഇവിടെ 200 എന്താണ്? സീരീസ് കണക്ഷനാണ്. 200 ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്താൽ എത്രയാവും? C/2. അപ്പോൾ 100 ആയിട്ട് മാറും ഇത്. ആ 100ഉം ഈ 100ഉം എന്താ? പാരലൽ. അപ്പോൾ 100 + 100 200. ആ 200ഉം ഈ 100ഉം എന്താണ്? സീരീസിൽ. അപ്പോൾ C1 C1 + C2 200/3 പൈക്കോഫാരഡ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലെറ്റ് ഇറ്റ് ബി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോന്നിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിന് നോക്കൂ, ഇതിനെ വീണ്ടും റീഡ്രോ ചെയ്യാം. കാരണം ഈ 200ഉം 200നെയും ഞാൻ 100 ആക്കി മാറ്റാൻ പോവാം. കുഴപ്പമില്ലല്ലോ? യെസ്, ഞാനിത് അവിടെ 100 ആക്കിയിട്ടുണ്ട്. C1 അവിടെ ഉണ്ട്, മാറ്റില്ല. C4 ഇവിടെ ഉണ്ട്. C2ഉം C3യും കൂടെ സീരീസ് കോമ്പിനേഷൻ, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 100. റെഡി? യെസ്. വീണ്ടും നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതിനെ റീഡ്രോ ചെയ്യാം. കാരണം ഈ 100ഉം ഈ 100ഉം പാരലലാണ്. അപ്പോൾ അവ തമ്മിൽ നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ എത്ര? C1 + C2 100 + 100 യു വിൽ ഗെറ്റ് 200. യെസ്. ഇതിന് മൊത്തത്തിൽ അക്രോസിലാണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത്? 300 വോൾട്ട് ഉള്ളത്. 300 വോൾട്ട്. ഇതിന് മൊത്തത്തിൽ അക്രോസിൽ നമ്മുടെ കയ്യിൽ 300 വോൾട്ട്. യെസ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് രണ്ടും എന്തെങ്കിലും കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനിൽ വോൾട്ടേജ് എങ്ങനെ ഉണ്ടാവുക? V = Q/C.
സീരീസ് കോമ്പിനേഷനിൽ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു 1/c, വി പ്രൊപ്പോർഷണൽ ടു 1/c ഓർ V1/V2 ഈക്വൽ ടു C2/C1 എന്ന് കിട്ടും. C2/C1. ഇവിടെ നമ്മൾ ഇയാളെ C2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 200 ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ 1/3 2/1 2/1 എന്ന് പറഞ്ഞാൽ എന്താ, ആകെയുള്ള വോൾട്ടേജിനെ 2 + 1 എന്ന് വെച്ചാൽ 3 ഈക്വൽ പാർട്ടാക്കുക. എന്നിട്ട് 2 പാർട്ട് ഇയാൾക്ക് കൊടുക്കുക, 1 പാർട്ട് ഇയാൾക്ക് കൊടുക്കുക. ഫിനിഷ്ഡ്. മനസ്സിലായോ? അപ്പോൾ 300 നിങ്ങൾ അല്ലേ, ഒരു കേക്ക് തന്നിട്ട് നിങ്ങളോട് 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം അല്ലേ? 2 കുട്ടികളുണ്ട്, അവർക്ക് 2 പേർക്കും ഇത് 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 + 2 3, കേക്കിനെ 3 ഈക്വൽ പാർട്ടാക്കും. എന്നിട്ട് ഒരാൾക്ക് ഒരു കഷ്ണം കൊടുക്കും, മറ്റേക്ക് 2 കഷ്ണം കൊടുക്കും. ഇവിടെ നമുക്ക് ആകെയുള്ള എത്ര 300 വോൾട്ട്, അതിനെ 2 + 1 3 ഈക്വൽ പാർട്ടാക്കുക. അപ്പോൾ ഒരു പാർട്ട് എത്ര 300/3 100, അതിൽ 2 പാർട്ട് ഇയാൾക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്രയായി, ഒരു പാർട്ട് 100 ആണ്, അപ്പോൾ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ 200. ആഹാ, കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയാണ്, ഹിയർ ഇറ്റ് ഈസ് 200 വോൾട്ട്. പിന്നെ ഒരു പാർട്ട് ഇയാൾക്ക് കൊടുക്കുക, ഇവിടെ 100 വോൾട്ട്, ഇവിടെ 100 വോൾട്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി. യെസ്, അപ്പോൾ ഈ മാർക്ക് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് എത്ര കിട്ടിയപ്പോൾ, ഇവിടെ 200 വോൾട്ടാണ്, ഇവിടെ 100 വോൾട്ടാണ്, 100 വോൾട്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് നീങ്ങാം. എഗെയിൻ ഹിയർ ഇറ്റ് ഈസ് 200 വോൾട്ട്, ദിസ് ഈസ് 100 വോൾട്ട്. ഇനി ഈ 200 എന്ന് പറഞ്ഞത് ഇത് അവിടെ തന്നെയാണ് 200 വോൾട്ട്. ഇനി ഈ 200 എന്ന് പറഞ്ഞത് ഇതിൻ്റെ കോമ്പിനേഷൻ അല്ലേ ഈ 200. ഇനി ഇവിടെ ഈ 100ഉം 100ഉം എന്താ, പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് എന്താ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതിന് മൊത്തത്തിൽ 100 വോൾട്ട് ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുക. വൈ ബിക്കോസ് 100 picofarad and 100 picofarad are parallelly connected. Therefore here you can expect 100 volt. Here also you can expect 100 volt. Yes. ഇനി ഇവിടെ 100 ആണെങ്കിൽ ഇത് C1 തന്നെയാണ്, അപ്പോൾ കറക്റ്റ് ഇവിടെയും 100 വോൾട്ട്. ഇനി ഇവിടെയാണ് അടുത്തത്. ഈ 100 എന്ന് പറയുന്നത്, ഈ 100 picofarad എന്ന് പറയുന്നത് ഈ 200ഉം സീരീസിലി കണക്ട് ചെയ്താണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ 100 അവകാശപ്പെട്ടത്. ശരിയല്ലേ? ആണല്ലോ. എടാ, സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുക? സീരീസ് കോമ്പിനേഷനിൽ യെസ്, V ഈക്വൽ ടു Q/C. V is equal to Q/C. റെഡി? യെസ്. ഇവിടെ സീരീസ് കോമ്പിനേഷനിൽ ഇവിടെ ഈ കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉള്ളത് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 100 ആണെങ്കിൽ ഇവിടെ എത്ര വരും, ഇവിടെ 50 വോൾട്ട്. ഇവിടെ എത്ര, ഇവിടെ 50 വോൾട്ട്. ഇത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 200 വോൾട്ട്. നൗ എവറിത്തിങ് ഈസ് ഓക്കെ. C1 അക്രോസിൽ 100 വോൾട്ട്, C2 അക്രോസിൽ 50 വോൾട്ട്, C3 അക്രോസിൽ 50 വോൾട്ട്, C4 അക്രോസിൽ 200 വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഓവർ. ഇനി നമുക്ക് ചാർജ് കണ്ടെത്താൻ ആർക്കും ചെയ്യാലോ. വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഡയഗ്രത്തിൽ ഇതൊക്കെ മാർക്ക് ചെയ്യാം. C4 അക്രോസിൽ 200 വോൾട്ട്, C2 അക്രോസിൽ 50 വോൾട്ട്, ഹിയർ ആൾസോ 50 വോൾട്ട്, ആൻഡ് ഹിയർ ഇറ്റ് വാസ് 100 വോൾട്ട്. ഇനി നമുക്ക് ചാർജ് കണ്ടെത്താം. Q1 എന്ന് പറഞ്ഞാൽ C1 V1 ആണ്. ദാറ്റ് ഈസ് C1 എത്രയാണ്, 100 picofarad. പൈക്കോ 10⁻⁻12, വോൾട്ടേജ് 100 10⁻². Therefore how much it is, 10⁻², 10⁻4, 10⁻⁻8 coulomb. Similarly Q2ഉം Q3യും ഈക്വലാണ്. Why? Because they are seriously connected. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. Therefore ചാർജ് എത്രയാണ്, പൊട്ടൻഷ്യൽ 50 വോൾട്ട്. Therefore 50 into 200 into 10⁻⁻12. യെസ്. അപ്പോൾ 2 5 10, പിന്നെ 1 2 3 10⁻3യും -12ഉം, അപ്പോൾ 10⁻⁻9. ദാറ്റ് ഈസ് 10⁻⁻8 coulomb.
10⁻⁸ കുളം. എനിക്ക് കാൽക്കുലേഷൻ തെറ്റിയില്ലല്ലോ. വോൾട്ടേജ് ഇതും 10⁻⁸ അല്ലേ. അപ്പോൾ 50 × 200 10⁻², 2 × 5 10, then 3 0 10⁻⁹ 10 ഓക്കെ. യെസ്. Now what about this Q2 Q3? Now Q4 എത്ര നോക്കാം. Q4 100 picofarad 10⁻12 into 200 volt. Therefore 2 into 10⁻⁸ കുളം. 10⁻⁸ കുളം. യെസ്. അപ്പോൾ ഓരോ കപ്പാസിറ്ററിന് അക്രോസിലുള്ള ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ കണ്ടെത്തി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കൂടുതൽ സമയമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് ആ കാര്യം മനസ്സിലാക്കി വെക്കുക. സിമിലർ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.